നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2024 ഫെബ്രുവരി മാസം 3-ാം തീയതി ശനിയാഴ്ച. നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ, അറിയിപ്പുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാ സുഹൃത്തുക്കളിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ ഇനി മുതൽ പുതിയ ഫോം ഉപയോഗിക്കണം. ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ലൈസൻസ് സംബന്ധിച്ച് സേവനങ്ങൾ നൽകാൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഫോം നമ്പർ 1A മാറ്റം വരുത്തിയിരിക്കുന്നത്. 2021 മാർച്ച് 31 GSR 240 വിജ്ഞാപനം അനുസരിച്ച് പ്രകാരം കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വന്ന മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാഴ്ച പരിശോധനയുടെ ഫോമിലും മാറ്റം വരുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: വാഹന ഉടമകളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുകൾ വാഹൻ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള സേവനങ്ങൾ സുതാര്യമായിട്ടും വേഗത്തിലും ലഭ്യമാക്കാനാണ് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനായുള്ള അവസാന തീയതി ഫെബ്രുവരി 29 എന്ന കാര്യമാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത്. വാഹന ഉടമകൾക്ക് സ്വയം മൊബൈൽ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇതിനായിട്ട് പരിവാഹൻ വെബ്സൈറ്റിൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ മാത്രം രജിസ്റ്ററിംഗ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് മൊബൈൽ അപ്ഡേഷൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതി പ്രകാരം ആശ, അംഗനവാടി ജീവനക്കാർക്കും അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ നൽകുമെന്ന് ഇപ്പോൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാം മാതൃ ശിശു ആരോഗ്യ സംരക്ഷണ പദ്ധതികളും ഒരു സമഗ്ര പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ ലഖ്പതി രീതി പദ്ധതിയുടെ ലക്ഷ്യം 2 കോടി രൂപയിൽ നിന്ന് 3 കോടി രൂപയായിട്ട് ഉയർത്തുന്നതായിരിക്കും. നിലവിലുള്ള ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിക്കുന്നതായിരിക്കും. 9 മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സെർവിക്കൽ ക്യാൻസർ വാക്സിനും നൽകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തുടനീളമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾക്ക് കീഴിൽ പണരഹിത ചികിത്സ തിരഞ്ഞെടുക്കുവാൻ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾ തീരുമാനിച്ചിരിക്കുകയാണ്. ക്യാഷ്ലെസ് എവരിവെയർ സംവിധാനത്തിന് കീഴിൽ പോളിസി ഉടമയ്ക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഏത് ആശുപത്രിയിലും ചികിത്സ ലഭിക്കും എന്നതാണ് ഈ ഒരു കവറേജിൻ്റെ പ്രത്യേകത. നിങ്ങൾ ചികിത്സയ്ക്ക് എത്തുന്ന ആശുപത്രി ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്കിൽ ഇല്ലെങ്കിലും പണരഹിത സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാകും. ഇതിനർത്ഥം പോളിസി ഹോൾഡർക്ക് പണമൊന്നും നൽകാതെ തന്നെ ആശുപത്രി ചികിത്സ നേടാൻ സാധിക്കും. ഇൻഷുറൻസ് കമ്പനികൾ ഡിസ്ചാർജ് ദിവസം ബിൽ അടയ്ക്കുമെന്നും കവറേജ് വിശദാംശങ്ങളിൽ വ്യക്തമാക്കുന്നു. ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ എല്ലാ ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് കൂടിയാലോചിച്ചാണ് ഇത്തരത്തിലൊരു പദ്ധതിയിലേക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പൊതുവിതരണ പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്ന അന്ത്യോദയ അന്ന യോജന AY കുടുംബങ്ങൾക്കുള്ള പഞ്ചസാര സബ്സിഡി 2 വർഷത്തേക്ക് കൂടി, അതായത് 2026 മാർച്ച് 31 വരെ നീട്ടുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ അചഞ്ചലമായിട്ടുള്ള പ്രതിബദ്ധതയുടെ മറ്റൊരു സൂചന എന്ന നിലയിൽ രാജ്യത്തെ പൗരന്മാരുടെ ക്ഷേമത്തിനും രാജ്യത്തെ പാവപ്പെട്ടവരുടെ പാത്രങ്ങളിൽ മാധുര്യം ഉറപ്പാക്കുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചത്. ഈ പദ്ധതി പ്രകാരം പങ്കാളികളായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാ AY കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു കിലോ പഞ്ചസാര അത് പ്രതിമാസം 18 രൂപ 50 പൈസ സബ്സിഡി നൽകുന്നുണ്ട്. ഈ അംഗീകാരത്തോടെ 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ 1850 കോടി രൂപയിലധികം ആനുകൂല്യങ്ങൾ നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. രാജ്യത്തെ ഏകദേശം 1.5 കോടിക്ക് മുകളിൽ കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഫെബ്രുവരി ആദ്യവാരം സ്വർണ്ണവില കുതിച്ചുയർന്നു. തുടർച്ചയുടെ 2ാം ദിനവും വർധനവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 15 രൂപയും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 120 രൂപയുമാണ് വർദ്ധിച്ചത്. 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 5830 രൂപയിലും 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണത്തിന് 46,640 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്തുക.